കേരളത്തിലെ ഏറ്റവും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഫീൽ വരുന്ന ഒരു മണ്ഡലമാണ് വടകര. അതിന്റെ കാരണം വെച്ചാൽ അമ്മാതിരി ഓളമാണ്. ആ ഓളം സാധാരണ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെയാണ് കാണാറുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് ഇത്ര ഓളം കാണാറുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ബാനറുകളും പോസ്റ്ററുകളും ഒരു സ്ഥലം, 2 സ്ഥാനാർത്ഥികളുടെ വേറെ കണ്ടിട്ടില്ല. വടകര ടൗണിൽ മാത്രമല്ല, ഉള്ളിലൊക്കെ പോയാലും ഇപ്പം നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര ഏരിയയൊക്കെ പോയാൽ പോലും വലിയ ഫ്ലക്സ് ആണ്. ഓരോ വീട്ടിലും ഫ്ലക്സുകളുണ്ട്. ഓരോ വീട്ടിലും ഫ്ലക്സ് ഉണ്ട്. അത്രമാത്രം വലിയ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ശൈലജ ടീച്ചർ അവൈലബിൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് LDFനെ സംബന്ധിച്ച്. കാരണം അതിലും നല്ലൊരു കാൻഡിഡേറ്റിന് അവിടെ പ്ലേസ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ആര് UDF വരും നടത്തുമ്പോഴാണ് ഷാഫിയുടെ സർപ്രൈസ് എൻട്രി. അപ്പോൾ ഈ 2 പേർക്കും ഉള്ളത് 2 രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ശൈലജ ടീച്ചർ ഇറ്റ്സെൽഫ് ഒരു പേഴ്സൺ എന്ന നിലയിൽ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് സെല്ല് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഷാഫി ആകട്ടെ സെല്ല് ചെയ്യല്ല, പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശൈലജ ടീച്ചറെ വെറുതെ വച്ചാൽ മതി, ആളുകൾ വോട്ട് ചെയ്തോളും. ഷാഫി എങ്ങനെയാണെന്ന് വെച്ചാൽ തനിക്ക് വോട്ട് ചെയ്യാത്തവരെ പോലും വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇതാണ് ഒരു തരത്തിലുള്ള പ്രവചനാതീതമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം, അവസാന ആഴ്ചകളിലുണ്ടായ ഒരു പ്രശ്നം, ഒന്ന് ഈ പറയുന്ന പാനൂർ ബോംബ് സ്ഫോടനം. അതൊരു ചർച്ചയായി. പക്ഷെ അത് അത്ര വലിയ അത് വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്രശ്നമല്ല. കാരണം ബോംബ് എന്ന് പറയുന്ന ആ ഏരിയയിൽ അപരിചിതമായ സാധനം അല്ലാത്തതുകൊണ്ട് ബോംബ് പൊട്ടിയാലൊന്നും വോട്ട് ഷിഫ്റ്റ് ചെയ്യുമൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവസാന ആഴ്ചകളിൽ ഈ പറയുന്ന സൈബർ ആക്രമണ വിവാദം ഉണ്ടായി. ആ സൈബർ ആക്രമണ വിവാദം എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഞാൻ പറയുന്നത് അവിടെ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന്, ഒരു സ്ത്രീക്കെതിരെ അധിക്ഷേപകരമായ സൈബർ ആക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടർമാരെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും. അത് ആർക്കൂട്ടി എന്നുള്ളതല്ല, ആ ഒരു സഹതാപ തരംഗം ഉണ്ടാകുന്നുള്ള വസ്തുതയാണ്. പക്ഷേ അവിടെ അങ്ങനൊരു വീഡിയോ ഉണ്ടോ വീഡിയോ ഇല്ല എന്ന തർക്കത്തിലേക്ക് അവസാനം പോയതോടുകൂടി ആ ആരോപണത്തിൻ്റെ ക്രെഡിബിലിറ്റി ചെറുതായിട്ട് മങ്ങലേറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് അവിടെ പ്രവചിക്കാനൊന്നുമില്ല. ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട, അത്രമാത്രം ശക്തമായ മത്സരമാണ് വടകര നടക്കുന്നത്. പക്ഷേ നമുക്ക് വടകരയിൽ നിന്ന് തുടങ്ങാം. വടകരയുടെ കാര്യത്തിലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ വടകര ആർക്കെങ്കിലും വിജയം എഴുതി കൊടുക്കാൻ കഴിയാത്ത വിധം അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഫൈറ്റ് നടക്കുന്ന, ഏറ്റവും പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ട് വടകര മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ CPM എടുക്കാൻ വരുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഏറ്റവും വലിയ ലീഡർ ആരെന്ന് ചോദിച്ചാൽ അത് KK ശൈലജയാണ്. അപ്പോൾ അവരെ അവിടെ കൊണ്ടുവരുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഇതിന് ഇപ്പോൾ വടകര നമുക്കറിയാമല്ലോ. വടകര എന്ന് പറയുമ്പോൾ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം CPM-നോട് ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരുതരം വിപ്രതിപത്തി ഉണ്ടല്ലോ വോട്ടർമാർക്ക്. അതിനെ മറികടക്കാൻ കൂടി കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന കൂടി അവർ വരികയാണ്. ഇപ്പം ഇതിനു മുമ്പ് P ജയരാജനും ഷംസീറൊക്കെയാണ് മത്സരിച്ചത്. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അകലം കുറയ്ക്കാൻ ടീച്ചർക്ക് കഴിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുമുണ്ട്. അവർ ഇത്ര വലിയ ആവേശപ്പെരുക്കം അപ്പുറത്തുണ്ടാകുമ്പോഴും ഇവിടുന്ന് അവർക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു സ്ഥാനാർത്ഥിൻ്റെ ഏറ്റവും വലിയ പവർ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ടീച്ചർ ആദ്യം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDF ഇതാ ഒരു വലിയ എഡ്ജ് എടുത്തിരിക്കുന്നു, അവർ വിജയം ഏതാണ്ട് ഉറപ്പിച്ചെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നത്. ഷാഫി ആവട്ടെ ഇപ്പോൾ പ്രൂവ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. കേരളത്തിൽ ആരാണ് കോൺഗ്രസിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള ലീഡർ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ കരസ്പർശയേറ്റ കാൻഡിഡേറ്റ് ആണ് എന്ന് പറയാം. കാരണം അത്രയും വലിയ സ്വീകാര്യത പുറത്തുനിന്ന് വരികയാണ്. അയാൾ പാലക്കാടേ നിൽക്കുന്നുള്ളൂ. പാലക്കാട് ഉറപ്പിച്ച് അടുത്ത തവണയും പാലക്കാട് മത്സരിക്കുക, ക്യാബിനറ്റ് മാറിയാൽ മന്ത്രിയാവുക എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുമായി പാലക്കാടിൽ മാത്രം കേന്ദ്രീകരിച്ച് പാലക്കാടിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിക്കൊപ്പിച്ച് നിലപാടുകൾ പരുവപ്പെടുത്തി അതിൽ പരിമിതപ്പെട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വടകരയിലേക്ക് വരികയും വടകരയിൽ ആകമാനം ഇളക്കം ഉണ്ടാക്കുകയും വലിയ സ്വീകാര്യം നേടുകയും ചെയ്തു. അയാളുടെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അയാൾക്ക് വേണ്ടി ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നത്, ഷാഫിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വൻതോതിൽ ടിക്കറ്റ് എടുത്ത് വരികയാണ്. 28,000 വോട്ടർമാരാണ് വന്നിട്ടുള്ളത്. വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓർക്കണം, അത് ഉണ്ടാക്കുന്ന ഒരു ആവേശം ഭയങ്കരമാണ്. ഇയാൾ ഗൾഫിൽ പോയപ്പോലും ഗൾഫിലൊക്കെ വൻ സ്വീകാര്യതയാണ്. അപ്പോൾ കോൺഗ്രസിലെ ഒരു നെക്സ്റ്റ് ലീഡർ ആരാണെന്നുള്ള ചോദ്യത്തിനോട് ഉത്തരം നമ്മൾ വടകരയിൽ നിന്ന് കാണുകയാണ്. അത് ഷാഫി പറമ്പിലാണ്. അത്രയും സ്വീകാര്യതയുള്ള ഒരാൾ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും അവരുടെ സീനിയർ ലീഡേഴ്സിന് പോലും ആ നിലയ്ക്കുള്ള ഒരു ജനബന്ധം ഇതിനിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. സോ അതുകൊണ്ട് ഇപ്പുറത്തെ ശൈലജ ടീച്ചറെ പോലെ കേരളത്തിലെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള CPM-ലെ സ്ഥാനാർത്ഥി, ആ വാചകം ഉപയോഗിച്ചാൽ ആ സ്ഥാനാർത്ഥി, അപ്പുറത്ത് ഷാഫി പറമ്പിൽ തമ്മിലുള്ള ഫൈറ്റാണ്. പല ഘടകങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി പുതിയൊരു ഉത്തരവ് വന്നല്ലോ. ഇപ്പോൾ അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനും മാത്രമേ. അത് വീണ്ടും ആ വിഷയം അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാനൂരിലുണ്ടായ സംഭവം, ഇതൊക്കെ ഒരു ഘടകമാണ്. അതേസമയം രാഷ്ട്രീയം പറയുമ്പോൾ, അതായത് നമുക്ക് വടകരയുടെ ഒരു ഡെമോഗ്രഫി അറിയാം. അപ്പോൾ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ആരാണ് ഏറ്റവും സ്ഫുടമായി അത് പറയാൻ ശേഷിയുള്ളവർ, ആരൊക്കെയാണ് അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് അതിൽ തന്ത്രപരമായ ബാലൻസിങ് എടുത്തിട്ടുള്ള ആളുകൾ പോലെയുള്ള വളരെ മൂർച്ചയേറിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിനടക്കം അവിടെ
ഒരു എഡ്ജ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പലവിധ വിഷയങ്ങൾ തമ്മിൽ വലിയ തോതിൽ പോരടിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ്.